ക്രിയേറ്റീവ് ലൈഫ് സ്കില്ലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ റെഡിയാക്കാൻ പോകുന്നത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. പറയാം. അപ്പോൾ ഇതിനകത്തേക്ക് ഇതേ കറി വെക്കാൻ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിക്കണേ. ഉലുവ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായതിന് ശേഷം അപ്പോൾ ഉലുവ ഒന്ന് പൊട്ടിയതിന് ശേഷം ആവശ്യത്തിനുള്ള കടുകും കൂടെ അതിനകത്തിട്ടെ. അപ്പോൾ ഇതേ നമ്മുടെ കടുകൊക്കെ എല്ലാം ഇവിടെ പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കറിവേപ്പിലയും കൂടി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ചുവന്നുള്ളി ക്രഷ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നമ്മൾ ക്രഷ് ചെയ്ത് ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളിതാണ് ചേർക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ചേർത്തൊന്ന് വഴറ്റിയെടുക്കണം. വറ്റൽമുളകും നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടെ നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുവാണ്. അതുകൊണ്ട് ഉപ്പ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കാം. ഇട്ട് വഴന്നു വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് ആഡ് ചെയ്യാൻ പോവാം. ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നല്ലതായിട്ട് വഴന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനകത്തേക്ക് ഇത് കണ്ടോ, മുളക് നമ്മൾ നേരിട്ട് മുളകല്ല ആഡ് ചെയ്യുന്നത്. മുളകും മഞ്ഞളും കൂടെ അരച്ചതാണ്. ഇത് മുളക് പൊടിയാണ്. കാശ്മീരി ചില്ലിയും അതുപോലെ സാധാരണ മുളക് പൊടിയും കൂടെ കൂട്ടി അരച്ചെടുത്തതാണ് കേട്ടോ. ആവശ്യത്തിന് എരിവും അപ്പോൾ കുറച്ച് നമുക്ക് കൊഴുപ്പൊക്കെ വേണമല്ലോ ചാറിന്. അതുകൊണ്ട് കാശ്മീരി ഇതും കൂടെ ചേർത്തിട്ടാണ് നമ്മളിത് അരച്ചെടുത്തേക്കുന്നത്. അപ്പോൾ ഇനി ഇതാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് എങ്ങനെ വേണമെങ്കിലും ചേർക്കാം. പുളി നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ട് വെക്കുവാണെങ്കിൽ ആ പുളിവെള്ളമായിട്ട് മൊത്തം ചേർത്താൽ മതി. ഇല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ അങ്ങനെ ചേർക്കുന്നില്ല. പുളി കഷ്ണത്തോടെ ചേർക്കുവാണ്. കാരണം നമ്മൾ തലയൊക്കെ ആയതുകൊണ്ട് കുറച്ച് നേരം അതൊക്കെ കിടന്ന് പുളിയൊക്കെ പിടിക്കണമല്ലോ. അതുകൊണ്ട് നമ്മൾ പുളി കഷ്ണമായിട്ട് തന്നെ ചേർക്കുവാണ്. അപ്പോൾ വെള്ളം എക്സ്ട്രാ ഒഴിച്ച് കൊടുക്കാമെന്ന് ഓർത്തുകൊണ്ടാണ്. ഇനി അതല്ലെങ്കിൽ നമുക്ക് ഈ വെള്ളത്തിനകത്തോട്ട് പുളി ഇട്ട് വെച്ചിട്ട് പുളിവെള്ളമാണെങ്കിലും ചേർത്താൽ മതി. നമ്മൾ ഈ അരപ്പും കൂടെ കൂട്ടി ഒന്ന് യോജിപ്പിച്ച് അങ്ങോട്ട് ചേർക്കുവാണ്. അരപ്പൊക്കെ ദേ ഇവിടെ തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ കണ്ട എണ്ണയൊക്കെ മുകളിൽ ഇങ്ങനെ തെളിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഒരു മിനിറ്റും കൂടെ ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് തല ഇതിനകത്തേക്ക് ഇടാം. ആഡ് ചെയ്യാൻ പോകണം കേട്ടോ. നമ്മുടെ അരപ്പൊക്കെ നല്ലതായിട്ട് തിളച്ചു. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മുടെ മീൻ തല ആഡ് ചെയ്യാം. അപ്പോൾ ഇത് സാധാരണ മിക്കവരും തന്നെ ഇതെല്ലാം കട്ട് ചെയ്തിട്ടാണ് ചേർക്കുന്നത്. കാരണം അങ്ങനെ കഴിക്കാൻ ഇഷ്ടമുള്ളവരുണ്ട്. പിന്നെ പാത്രത്തിൽ നമ്മുടെ മീൻ കറി വെക്കുന്ന ചട്ടിക്ക് വലിപ്പം ഇല്ലാത്തത് കൊണ്ടും ഇങ്ങനെ തല കട്ട് ചെയ്ത് ചേർക്കുന്നവരുണ്ട്. ഇപ്പോൾ നമ്മൾ ഇത് മൊത്തത്തോടെയാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് മൊത്തമായിട്ട് ആഡ് ചെയ്ത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിത് മുഴുവനായിട്ടാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതേ നമ്മുടെ തലക്കറി ഇതേ ഇവിടെ ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുവാണ്. കണ്ടോ, കണ്ടിട്ട് തന്നെ നല്ല അടിപൊളിയായിട്ട്. അതുകൊണ്ട് ഇത്രയും മതി. അപ്പോൾ നമുക്ക് ഇച്ചിരി കഴിയുമ്പോൾ തിരിച്ചും കൂടി ഇട്ട് കഴിഞ്ഞാൽ
നമ്മളിവിടെ അടുപ്പയിൽ നിന്ന് ഇറക്കി ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിന്ന് തുറന്നു നോക്കാം. ആഹാ, അടിപൊളി. അപ്പോൾ ഇത് തുറന്നപ്പോൾ തന്നെ എന്ത് നല്ല സൂപ്പർ മണമൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിക്കുമ്പോൾ അതിലും സൂപ്പറായിരിക്കും. അപ്പോൾ തുറന്നപ്പോൾ തന്നെ ഇതിങ്ങനെ തുറന്ന് അധികം നേരം വെക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, നല്ല മണമൊക്കെ വരുന്നതുകൊണ്ടേ. അതുപോലെ തന്നെ കപ്പയൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ട്. നമ്മുടെ തല ദേ ഇങ്ങനെ അങ്ങോട്ട് പൊക്കി എടുത്തുകൊണ്ട് വരുവാണ്. അപ്പോൾ കപ്പയൊക്കെ ദേ വിളമ്പി ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവനെ നമ്മൾ ഇതിന് മുകളിലോട്ട് അങ്ങ് വയ്ക്കും. ആഹാ, ഇനി കുറച്ച് ചാറും കൂടെ നമുക്ക് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തി വെച്ചാൽ നമ്മളിനി ഇടുന്ന നമ്മുടെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പം വീഡിയോ കാണാൻ പറ്റും. അപ്പോൾ നമുക്കിനി വീണ്ടും അടുത്തൊരു വീഡിയോ